എങ്ങനെയാണ് ഇപ്പൊ റെസ്പോൺസ് എങ്ങനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നേരത്തെ എഴുതേണ്ടതാണെന്ന് തോന്നിയല്ലേ? ഞാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി? ഇത്രയും ലേറ്റ് ആയി? ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ DOP ചാൻസ് കിട്ടാൻ വേണ്ടി കഥ പറഞ്ഞു. ഉറപ്പായിട്ടും. എന്നിട്ട് 5 ഡയറക്ടേഴ്സിനെയും കൂടെ കാസ്റ്റ് ചെയ്തു ഇതിൽ. ആണല്ലേ? അടുത്ത പടത്തിലൊക്കെ ഇനി ക്യാമറ ചെയ്യാലോ. എനിക്ക് ഡേറ്റിലുണ്ടായി പോയി. അവരെല്ലാരും വിളിച്ചിട്ട് വലിയൊരു പ്ലാനിങ്ങിന്റെ ഒരു റിസൾട്ട് ആണ് മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ. അത് നമ്മൾ അതിന്റെ പിന്നിലുള്ള പല കാര്യങ്ങൾ ഇപ്പോഴാണ് അറിയുന്നതെന്ന് മാത്രമല്ലേ. തീർച്ചയായും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ അനാർക്കലി നമുക്കറിയാം, അനാർക്കലി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ. അത് മന്ദാകിനിയുള്ള കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും വിചാരിക്കുമ്പോൾ മന്ദാകിനി എന്ന് പറയുന്നത് അനാർക്കലിയാണ്. പക്ഷെ അല്ല, ടൈറ്റിൽ എന്ന് പറയുന്നത് മന്ദാകിനിയാണെങ്കിലും അനാർക്കലിയുടെ പേര് ക്യാരക്ടർ നെയിം മന്ദാകിനി അല്ല, അമ്പിളിയാണ്. അപ്പൊ ആരാണ് മന്ദാകിനി? അത് സിനിമ ആണ് മനസ്സിലാവും മന്ദാകിനി ആരാധന. എന്നാൽ അമ്പിളിക്ക് മന്ദാകിനിയായിട്ടുള്ള കണക്ഷൻ അമ്പിളി ദുർലഭ നിമിഷത്തിൽ ഈ കണക്ഷൻ കൊണ്ട് വരുന്ന ഒരു കഥയിൽ ഒരു ചേഞ്ച് ഉണ്ട്, സ്വഭാവത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് സിനിമയുടെ കഥ. അതെ, കാരണം ഒരു രാത്രി നടക്കുന്നതാണല്ലോ എന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. മാത്രല്ല ഇപ്പൊ നമുക്ക് മലയാള സിനിമയിൽ എനിക്ക് കല്യാണ സീസൺ ആണെന്ന് തോന്നുന്നുണ്ട്. നടയിൽ ഒരു കല്യാണം, അത് വേറെ രീതിയിലുള്ള കല്യാണം, മന്ദാകിനിയിലൊരു കല്യാണം. അഗൈൻ ഈ പറഞ്ഞ മാതിരി ഒറ്റ സിനിമയിൽ നമ്മൾ കാണിക്കുന്നതും ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അപ്പൊ സംഭവിച്ചിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇപ്പൊ മിഥുൻ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തുടക്കം ഫസ്റ്റ് മൂവി തൊട്ട് തുടങ്ങിയാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫസ്റ്റ് മൂവിയിൽ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ആ സിനിമ കണ്ട് ഇറങ്ങാൻ നേരത്ത് നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഈ തോട്ട്സ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും എന്നുള്ളത് മനസ്സിലാക്കി എല്ലാം ഈ പറഞ്ഞ മാതിരി പോയിരിക്കുന്ന അങ്ങനെയാണ്. അപ്പം ഇതിൽ വരുമ്പോൾ അമ്പിളിയിലേക്ക് വരാൻ നേരത്ത് എന്താണ് നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് പറയാനായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും എന്തെങ്കിലും ഒരു ഹൈലൈറ്റ്, ഒരു പ്രത്യേകത ഈ ഒരു ക്യാരക്ടറിനുള്ള എന്താണ്? ഈ ക്യാരക്ടർ ആക്ച്വലി വളരെ ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സുലേഖ മനസ്സിലും പോലെ തന്നെ പാവമായിട്ട് നാട്ടിൻപുറത്തുകാരി കുട്ടിയാണ്. അതിനപ്പുറം ക്യാരക്ടറിന് വലിയൊരു സവിശേഷതയൊന്നുമില്ല. പക്ഷെ ഈ ഞാൻ പറയുന്ന കഥാഗതി പക്ഷെ ഈ ആ ക്യാരക്ടറിനെ കുറച്ച് നിർണ്ണയിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഒരു സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് സിനിമയിൽ, ഈ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ അത് ഈ അമ്പിളി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് അതിലൊരു സവിശേഷതയുണ്ട്. അതല്ലാതെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ബാക്കി ഒരു സാധാരണ ഒരു പക്ഷെ അതാണ് ആ ഒരു ക്യാരക്ടറിൽ വരുന്ന ഒരു ചെറിയ ചേഞ്ച് എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് ആർട്ടിസ്റ്റ് കാസ്റ്റിംഗിൽ ഉള്ള ഒരു സംഭവം അവിടെ തന്നെയാണ്. ഞാൻ ശിച്ചേണ്ടത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് അൽത്താഫിൽ എത്തിപ്പെടുന്നത്? ഫസ്റ്റ് ചോയ്സ് തന്നെ അൽത്താഫ് എഴുതുമ്പോ തന്നെ അൽത്താഫ് ആണല്ലേ? ഓ, അത് ശരി, ഈ സിനിമ നടക്കൂല. അങ്ങനെയാണല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അൽത്താഫിന്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ വളരെ ചെറിയൊരു കാര്യം സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞതാണ്, ഇല്ല അത് പറ്റില്ല, അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അൽത്താഫ് പറയുമ്പോൾ അത് പറഞ്ഞ പോലെ കോമഡി ഇട്ടുണ്ട്. വൺ ലൈനേഴ്സ്, അതായത് ആളുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡയലോഗ് ഡെലിവറിയുടെ ഒരു സ്റ്റൈൽ ആയിരിക്കാം അത്. എനിക്ക് തോന്നുന്നു ആ കാരണത്താലാണോ ഈ ക്യാരക്ടറിന് അൽത്താഫിന്റെ മുഖം വന്നതും അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിലോട്ട് ഈ കഥ എങ്ങനെ സിനിമയായെന്നുള്ളതിന്റെ ഒരു റൂട്ട് പറഞ്ഞു. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഉണ്ട്, അവന്റെ നാട്ടിൽ നടന്ന ഒരു ഇൻസിഡന്റ് പറഞ്ഞാണ്, ഒരു ചെറിയൊരു സംഭവം ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അത് നമ്മള് വെബ് സീരീസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അവരോട് എഴുതാൻ പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോ, ബാക്കി ക്യാമറ പ്രൊവൈഡ് ചെയ്യാം. ഇവർ എഴുതി വന്നപ്പോൾ ഇത് വർക്കായില്ല. ഇവരെല്ലാരും കൂടി പറഞ്ഞു ഇത് സിനിമയാക്കാനില്ല, ഇത് ഷോർട്ട് ഫിലിമിലെ സാധനമുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ഇത് വർക്കാവില്ല. ഇതെന്റെ എല്ലാവരും പറയുന്നത്. അൽത്താഫിനോട് പറഞ്ഞു ആദ്യം, അൽത്താഫിന് കിട്ടി, റൂട്ട് കിട്ടി. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനാർക്കലിനോട് പറഞ്ഞു, ഞാൻ എന്നെ പരിചയമില്ല, ഒരു ഫ്രണ്ട് പോയി, ജാബിറിന്റെ ഫ്രണ്ട് പോയി ഫ്ലാറ്റിൽ പോയി പറഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വൈബ് കിട്ടി തുടങ്ങി, വർക്കായി എന്നുള്ളത്. അത് തന്നെ അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താ നോക്കാനുള്ളത്, ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ സഞ്ജോടൻ പ്രൊഡ്യൂസർ വന്നു, പുള്ളിക്കാരൻ സംസാരിച്ചു. പുള്ളി അതിനേക്കാൾ വൈബിളുള്ള മനുഷ്യൻ, എന്താ ചെയ്യാ, റെഡി അങ്ങനെ സെറ്റായി. അത് മാത്രല്ല ഇതിന്റെ ഒരു കോണ്ടന്റ് നമ്മള് ഇപ്പൊ വിനോദാണ് അതിന്റെ തിരക്കഥ ചെയ്തത്. ഞങ്ങൾ 9 പേര് ഒരു മാസം എന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ തല്ലൂട്ടം വഴക്കും എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വൈബ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്.
മാത്രമല്ല എനിക്ക് തോന്നുന്നു വിനോദിന്റെയും ഫസ്റ്റ് മൂവി അല്ലേ ഇത്? ഫസ്റ്റ് മൂവിയാണ്. അല്ലേ ഡയറക്ഷനിലോട്ട് വരാൻ നേരത്ത്. പിന്നെ ഞാൻ ഒരുപാട് റിവ്യൂസ് വായിച്ചതിൽ ഞാൻ കണ്ടത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തെല്ലാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ക്യാരക്ടേഴ്സിനും, അതായത് ഹീറോയിൻ എന്നല്ല, പക്ഷെ മെയിൽ ക്യാരക്ടേഴ്സിനും ഫീമെയിൽ ക്യാരക്ടേഴ്സിനും ഭയങ്കര ബാലൻസ് ഈ ഒരു സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻ സ്പേസ് വളരെ ഈക്വൽ ആയിട്ട് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തൊട്ട് മുമ്പാണ് അഞ്ജലി മേനന്റെ പോസ്റ്റ് കണ്ടത്, അപ്പം അറിയില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പം ഒരുപാട് സിനിമകൾ അഭിനയിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്കറിയാം അഞ്ജലി എപ്പോഴും അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത്. സോറി അത് പെട്ടെന്ന് അഞ്ജലി കിടക്കുന്നത്. അനാർക്കലി എപ്പോഴും ഈ പറഞ്ഞ അത്ര എനിക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല. ബിക്കോസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ അതറിയാം, അത് വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന, കുറച്ച് നേരം ഉള്ളെങ്കിലും അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അതിന്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എങ്ങനെ തോന്നി സിനിമയിൽ അഭിനയിക്കാൻ നേരത്ത്? എന്തായാലും ഇത്രയും നാളും വളരെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് സുലേഖ മനസ്സിന് ശേഷമാണെങ്കിലും ഞാൻ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആണ് അതങ്ങനെ നോക്കാറില്ലല്ലോ മിക്കവാറും. ക്യാരക്ടറിന്റെ അതിനകത്തുള്ള ഒരു പ്ലേസ്മെന്റ് ഇമ്പോർട്ടൻസ് മാത്രം എനിക്ക് പ്രിയ നോട്ടത്തിലാണ് ഈ പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരുപാടില്ലെങ്കിലും ആ സമയത്ത് മുടി അങ്ങനെ തന്നെ കട്ട് ചെയ്തിരിക്കല്ലോ. അങ്ങനെ നട്ടത് ആക്ച്വലി അവരെ മുടി ഉണ്ടെന്ന് പറഞ്ഞ് കാസ്റ്റ് ചെയ്ത, അവര് മുടി ഇല്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ വേറെ ക്യാരക്ടർ അങ്ങനെ ആക്കി. ശരിക്കും അത് അതിന്റെ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്തു ആ മുടി അങ്ങനെ വന്നപ്പോ. അപ്പം ഇതുപോലെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഇപ്പോൾ വെറും ഒരു നായികയല്ലാതെ ആ നായികയ്ക്ക് ആ സിനിമയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ എപ്പോഴും നോക്കും. ഇപ്പം നായികയാകുമ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷെ എല്ലാ സിനിമയിലും എല്ലാ നായികമാർക്കും ഒരു ഇതുപോലെ ഒരു കറക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഈ സിനിമയിലെ ആ നായികയുടെ കറക്റ്റായിട്ടുള്ള പ്ലേസ്മെന്റും ഇതിലെ അൽത്താഫിന്റെ ക്യാരക്ടറിന്റെ പെങ്ങന്മാരാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും ഇവരുടെ കറക്റ്റായ ഒരു പ്ലേസ്മെന്റിലാണ് ആക്ച്വലി ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയത് സിനിമയിൽ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ആ പടത്തിനെ പറ്റിയിട്ട് എല്ലാവരും കണ്ടവരെല്ലാം പറയുന്നത്. ഇപ്പൊ ഇന്നലെ അവർക്കൊരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു അല്ലെ, ഒരുപാട് സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു. കണ്ടവരുടെ ഒക്കെ ഒരു അഭിപ്രായം അന്ന് നിങ്ങൾ നേരിട്ട് അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ അതിനകത്ത് തന്നെ ഇവിടെയും ഈ പറയുന്ന പോലെ ഒരു അക്സെപ്റ്റൻസ്. ഇപ്പൊ ഇന്നലെ നമ്മള് വൈകുന്നേരം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ സ്ക്രീനുകളും ഫുള്ളായിട്ടാണ് പോയത്. ഈ വീക്കെൻഡ് എന്ന് പറയുന്ന സമയത്ത് മുഴുവൻ ഈവനിങ് ഷോസ് എല്ലാം ഫുള്ളായിട്ടും. അപ്പൊ അത്രത്തോളം അഭിപ്രായം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. മാത്രല്ല നമ്മളെപ്പോഴും ഇപ്പോഴും 90s ഇപ്പം നമ്മള് പ്രിയദർശൻ സാറിന്റെയോ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സാറിന്റെ ഒക്കെ സിനിമ കാണുമ്പോൾ അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അമ്മാവൻ അമ്മായി അങ്ങനെ ഇങ്ങനെ അങ്ങനെ അതിപ്പോ നമ്മള് ഇന്നത്തെ സിനിമകളിൽ കുറവാ അല്ലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞ തീരില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അന്ന് കാലത്തൊക്കെ അത് ഭയങ്കര ഒരു ഗ്രാമം ഉണ്ടാകും, ആ ഗ്രാമത്തിലൊരു പോസ്റ്റ്മാൻ ഉണ്ടാകും, ഒരു പോലീസ്. ഇതൊരു രസമാണ് കാണാൻ. അപ്പൊ എവിടേക്കോ ആ ഒരു കാലഘട്ടം നമുക്ക് മന്ദാകിനി സിനിമ കാണാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസൻ സാറിന്റെയും അല്ലെങ്കിൽ പാർവതി ആ ഒരു കോമ്പിനേഷൻ പറയുന്നത് വിനോദിലേക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് ആണ്. വിനോദാണ് അത് പ്ലേസ് ചെയ്തത് നമുക്ക് തോന്നും. അല്ല അതുകൊണ്ടല്ല, എന്നാലും ഞാൻ പറയാണ് അത് കുറെയൊക്കെ ഈ സിനിമ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? അതായത് നിങ്ങൾ അഭിനയിക്കുമ്പോൾ ഒരു പക്ഷെ ഫീൽ ചെയ്യില്ല, കണ്ട് ആ സിനിമ കാണാൻ നേരത്തെ. ഇത് കഥ പറയുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചത് കുറേ ക്യാരക്ടേഴ്സ് എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ക്യാരക്ടർ പോലും വെറുതെ ആണെന്ന് നമുക്ക് തോന്നത്തില്ല. എല്ലാത്തിലും ഈ ക്യാരക്ടറിന് ഒരു കൃത്യമായ എഴുത്തും സ്വഭാവവും ഒരാൾ വന്നു പോകുന്നില്ല. ഇയാൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ സിനിമയിൽ. അത് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്തെ നമുക്ക് തോന്നിയത് ശരിക്കും ഒരു കല്യാണം ആകുമ്പോ അത്രയും അധികം ആൾക്കാരുണ്ടല്ലോ, അത് വെറുതെ ഒരു ക്രൗഡിനെ കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല. എല്ലാവർക്കും അതിൻ്റെതായ പ്ലേസ്മെന്റ് ഉണ്ട്. അതിൽ തന്നെ ചോദിക്കട്ടെ. അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ ലൊക്കേഷൻ അല്ലെങ്കിലും ഏതാണ്ട് കുറെയൊക്കെ ഒരു ലൊക്കേഷനിലാണല്ലോ ഈ പടം നടക്കുന്നത്. എത്ര ദിവസം എടുത്തു പടം ഷൂട്ട് ചെയ്യാൻ? 33 days അല്ലേ? 33 days കൊണ്ട് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റ് ആയിരുന്നു. ഒരു 27 days. ഇന്ന് ഉച്ചയ്ക്ക് ഷൂട്ട് ഇറങ്ങിയ 12 മണിക്ക് ഷൂട്ട് ഇറങ്ങിയ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 6 മണി വരെ. അത് കഴിഞ്ഞ് അവർ പോയി കിടന്ന് ഉറങ്ങണം.
കണ്ടിന്യൂസ് പോയി ഞങ്ങള്. ഭ്രാന്തായി. കുറച്ചേരം കഴിയുമ്പോൾ അമേരിക്ക ജീവിക്കണ പോലെ. അല്ല ഇത് അൽത്താഫ് ഈ സോങ്ങില് നമ്മളൊരു സോങ് ഉണ്ട്, അൽത്താഫ് ഇങ്ങനെ ആടുന്നുണ്ട്. ആ ഷോട്ട് എടുത്ത് 5:15 ശരിക്കുള്ള ആട്ടമായിരുന്നു അത്. അതെ, അല്ല അത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എഡിറ്റിനാണ് കാണുമ്പോഴാണ് ഇവന് ഇത്ര ഷോട്ട്. ഇങ്ങനൊരു ഷോട്ട് അതെ, അല്ല ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ അൽത്താഫിനോട് ഞാൻ തൊട്ടടുത്ത് കാണുമ്പോ ഈ ഷോട്ട് എടുത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞു പ്രൊഡ്യൂസർ അറിയണേ പോലെ ഇവരെ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാം യാന്ത്രിക എന്തൊക്കെയോ നടക്കുന്നു. നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മള് ക്യാമറയുടെ ബാക്കിലാ, ഇവര് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇവരുടെ പെർഫോമൻസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഉറങ്ങിയാലും കുഴപ്പമില്ല, അതാ ഒരു അടിപൊളി. എനിക്ക് ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം വെച്ചാൽ നമ്മള് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുവാണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ രാത്രി ഇപ്പൊ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്ത് ഇപ്പൊ പിന്നിലുള്ള ആൾക്കാർ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് ഉറക്കം എങ്ങനെയെങ്കിലും നമ്മൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉറക്കം വരും. പെട്ടെന്ന് മറ്റേ ആ ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഈ ഉറക്കത്തിൽ നിന്ന് തിരിച്ചു വന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ അഭിനയിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം വീണ്ടും വെയിറ്റിങ്, അപ്പത്തേനും വീണ്ടും നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. അപ്പൊ ഇതിങ്ങനെ തിരിച്ചിങ്ങനെ നമ്മൾ വേക്ക് ആവുക എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞാൽ എനിക്കറിയില്ല, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്, സെറ്റ് എങ്ങനെയാന്നൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഈ പറഞ്ഞ മാതിരി ഫുൾ ടൈം നമുക്ക് തമാശ അങ്ങനെ തന്നെയാണോ അൽത്താഫ് റിയൽ ലൈഫിലും? അതോ അതെ അതെ കുറേ സീരിയസ് ആണോ? അല്ലല്ലേ, ഭയങ്കര തമാശ. വെറുതെ നമ്മളിപ്പോ എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുക, അവൻ തിരിച്ചൊരു കൗണ്ടർ അടിക്കാൻ. അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ വിളിച്ചിട്ട് പറയും ചിരിക്കരുത്, ഞാനൊരു സാധനം പറയാന്ന് പറയും. ആരെങ്കിലും പറ്റായിരിക്കും പറയാം, നമ്മൾ ചിരിക്കില്ലാന്നിട്ട് ഇരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കും. അതെ ചോദിച്ചപ്പോ അങ്ങനെയുള്ള വ്യക്തിയൊക്കെ ഉള്ള ഒരു സെറ്റിലാകുമ്പോ അത് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യായിരിക്കും അല്ലേ? അൽത്താഫ് ആണെങ്കിലും നമ്മുടെ ഉണ്ണിയളിയനായിട്ട് അഭിനയിച്ചു ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശംസിച്ചോണ്ടിരിക്കും വിനീതേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ. അതായത് പുള്ളി ഈ സിനിമയ്ക്കകത്തുള്ള ശരിക്കുള്ള കഥാപാത്രം പോലെയാണ് പുള്ളി. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വെറുതെ കുറെ കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നമ്മൾ വന്ന് പോകുമ്പോ തന്നെ ഒരു 5 മിനിറ്റിൽ തന്നെ 2-3 കഥ പുള്ളി ചിലപ്പോൾ പറഞ്ഞു തീർക്കും. അങ്ങനെ പുള്ളി ഇങ്ങനെ ഉള്ളത് പുള്ളിയുടെ കഥയും അല്ലാത്ത കഥയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അത് നമുക്കൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാലും പുള്ളി അതിന്റെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് കുട്ടിയുടെ പോലെയാണ് പുള്ളി. 3 ദിവസം ആൺകുട്ടികൾ കഥ പറഞ്ഞു. ഇനി ഇവിടെ കഴിഞ്ഞു, ഞാൻ പെണ്ണുങ്ങൾ അവിടെ അതായത് ഇപ്പൊ വേറെ ആരെങ്കിലും പറയുന്ന കഥയായിരിക്കും, അത് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും എന്നോട് പറയുന്നത്. അപ്പൊ ഇവര് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഈ കഥ എന്നോട് പറഞ്ഞതാ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞപ്പോ അതെല്ലാം കഴിഞ്ഞു. സഞ്ജുവേട്ടൻ വല്ലപ്പോഴും ലൊക്കേഷനിൽ ഒരു പ്രൊഡ്യൂസർ സഞ്ജുവേട്ടൻ വന്നപ്പോ സഞ്ജു വന്നിട്ടുണ്ട് അവിടെ. എന്നാലും ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അനാർക്കലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീക്വൻസ് ഏതായിരുന്നു? എനിക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് ഉണ്ട് എന്റെയും അൽത്താഫിക്കടെയും. അതാണ് ഏറ്റവും ഇഷ്ടം. അതായിരിക്കും ഞാൻ അൽത്താഫ് ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സീനാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഭയങ്കര ഒരു കണക്റ്റഡ് ആയിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പൊ അൽത്താഫ്. ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ എനിക്കൊന്ന് ആ സീനിന് ശേഷമാണ് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയത് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ചെയ്ത സിനിമയില് ഇപ്പം അമ്പിളി അല്ലാതെ ഏതാണ് കൂടുതൽ ഇഷ്ടമുള്ള ക്യാരക്ടർ സിനിമ കണ്ടതിന് ശേഷം? എന്റെ ക്യാരക്ടർ അല്ലാതെ വിനീത് അടിപൊളിയാണ് പുള്ളിയുടെ. നിങ്ങൾ സിനിമ കാണുമ്പോൾ അടിപൊളി ക്യാരക്ടറാണ് പുള്ളി. അങ്ങ് കണ്ടവരൊക്കെ പറയുന്നു പുള്ളി അങ്ങനെ അഴിഞ്ഞാടുക. പുള്ളി അങ്ങ് എന്താ പറയാ തുറന്ന് അഭിനയിക്കുക. അങ്ങനെ പുള്ളി ഒന്നും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ അഭിനയം കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഒതുക്കിയിട്ട് അഭിനയിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത്. പുള്ളി അങ്ങനെയല്ലേ, പുള്ളി അങ്ങ് വിട്ടതാ അങ്ങനെ വിട്ട് തുറന്നിട്ടേക്കാന്ന് പറയില്ല, അമ്മാതിരി അഭിനയിച്ചു. ഏറ്റവും എൻജോയ് ചെയ്ത് ഉറക്കത്തിലായിരുന്നു ഗുണ്ടപ്പടല്ലോ പുള്ളി അഭിനയിക്കുള്ളൂ. അജയേട്ടൻ വന്നിട്ട് തലവസിനോട് ഞാൻ എന്തിനും തെറ്റിക്കും, നീ വഴക്കൊന്നും പറയരുത് ഇവിടെ വന്നു. തട്ടിലും കൂടി വന്നോടുകൂടി പിന്നെ തട്ടിലോടത്ത് മര്യാദക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മളെന്നെ അറിയാണ്ട് ചിരിച്ചു. പിന്നെ ജിയോ സാറ് വരുന്നു, ജിയോ സാറ്, ലാൽ ജോസ് സാറ്,
ഇവരൊക്കെ ജിയോ ബേബി സാർ നിങ്ങൾ എല്ലാ സംവിധായകരും അഭിനയിപ്പിച്ചല്ലോ. അല്ല ലാൽ ജോസ് സാർ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കി set ആണ്. ബാക്കി എല്ലാരും സെറ്റ് പിന്നെ ജിയോ ബേബി സാറിന്റെ ക്യാരക്ടറും ഭയങ്കര അടിപൊളിയാണ്. അത് ആ ക്യാരക്ടർ അതാ ട്രെയിലറിൽ കാണുമ്പോഴും നമുക്കറിയാതെ ആ ക്യാരക്ടർ എഴുതിയിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് നമ്മൾ അവസാനമൊക്കെ ആകുമ്പോ ഒരു കഷ്ടം തോന്നുന്നൊരു ക്യാരക്ടർ ഭയങ്കര സ്വീറ്റ് ആയിട്ട്. അല്ല ഞാൻ ആലോചിച്ചെന്താ അറിയോ, ഇത്രയും നേരമായിട്ട് ഞാനത് മറന്നു പറയാനായിട്ട് എങ്ങനെ നമ്മള് പാട്ട് പഠിപ്പിക്കാതെ വിടുന്നേ. ഉറപ്പായിട്ടും അത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തുള്ളൂ സാറും. ഫ്രഷ് ചോദ്യമാണ്. അതാ പറഞ്ഞെ. അതെ തീർച്ചയായിട്ടും പാടാൻ കഴിവുള്ള ഒരാൾക്ക് എന്നും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ് പാടുക എന്നുള്ളത്. നിമ്മി എവിടെ ചെന്നാലും പാട്ട് പഠിക്കും. നിമ്മി പാട്ടോടോ? ഓ മൈ ഗോഡ്. സാരില്ല സാരില്ല Playback കുഴപ്പമില്ല. singer-ആയ നിമ്മിയെ താങ്കൾ തിരിച്ചറിഞ്ഞില്ല. ഇല്ല സാരില്ല വിട്ടേരെ കുഴപ്പമില്ല. രണ്ട് കസേര എടുത്ത് വിളിക്കുക. പക്ഷേ നിമ്മിയാണ് ആ നിമ്മിയാണ്. ആണോ? ആ പ്രശസ്തയായ നിമ്മി തന്നെയാണ് ഈ നിമ്മി. കന്നഡ വെച്ചിരിക്കുന്നോണ്ട് മനസ്സിലാവുന്നത്. ചക്കപ്പാട്ട് നമ്മുടെ കുട്ടമ്പിള്ളയിലെ ചക്കപ്പാട്ടില്ലേ, പ്ലാച്ചോട്ട് വീട്ടില്, അത് പാടിയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും കുട്ടിക്ക് അത് അറിയാം, ആ പാട്ട് അറിയാം എന്നേ പറയാൻ സൈനോരുടെ അതെ പിന്നെ പണ്ടത്തെ സിംഗൻ വിൻ ഷോ അതിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. അതില് നിമ്മിയാണ്. അമ്മ ചോറുന്നോണ്ടിരിക്കുന്ന നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മള് വല്ലാതെ കാര്യത്തിൽ നിന്ന് നീങ്ങി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് കാര്യത്തിലോട്ട് വരാം. ഫ്രഷ് ആയിട്ടൊരു പാട്ട് പാടും. ഇതിലെ പാട്ട് പാടിയാൽ മതി. മതി മതി പിന്നില്ലാണ്ട്. ഓക്കെ. വാനവില്ലിനേഴു വർണ്ണമെന്നത് നീ വരുമ്പോഴൊന്നു കൂടി എന്നത് കഞ്ചബാണ മഞ്ചും നിന്റെ മുന്നില് പുഞ്ചിരിച്ച് നിൽക്കും തമ്മിൽ തമ്മില് കണ്ടേ ഞാൻ ഈ കണ്ണിൻ മാറുക കണ്ടേ നീ എന്നുള്ളിൽ കൂറുക താരങ്ങൾ മീനുങ്ങും കവിള് മോഹത്താൽ ചിരിക്കും ഇവള് വിധുമുഖിയേ മധുമതിയേ ചിരി പകരും നേരത്ത് പകലിരവും ജനീമൃതിയും ചിരമിനിയോ ദൂരത്ത്. പക്ഷെ സീരിയസ്ലി കേട്ടോ പാട്ടിലേക്ക് മെയിൻ ആയിട്ട് അതിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട്ട് ഞാനാണോ അതെനിക്കറിയാം. അല്ല ഈ പാട്ട് പാടിയ കാര്യമല്ല. പാട്ടിൽ മെയിൻ ആയിട്ട് വരുന്ന പറഞ്ഞാൽ ഇത് ഓൾറെഡി പാടിയതാണ് സിനിമയിലും. റേഷ്യോ എടുക്കുമ്പോഴേ അനാർക്കിലിനോട് ഈ പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറയാ, ഇവിടെ പോയി ഇവിടെ പറയാ വലിയ വലിയ താല്പര്യം. ഇത് പറയാ എനിക്ക് പാടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആരെങ്കിലും പാടണമെന്ന് പറയുമ്പോ നമ്മളൊരു ചാടേക്ക് പാട്ട് കേട്ടോ. ടൈം ഉണ്ടാവും. ഞാൻ സഞ്ജറിന് പറഞ്ഞേ, സഞ്ജറിന് പ്രൊഡ്യൂസർ പറഞ്ഞു ചേട്ടാ ഡൗട്ടാണ്, വലിയ താല്പര്യത്തിലുള്ള കാണിച്ചു ഇന്ന് ഏത് ഇന്റർവ്യൂ പറയാം എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇവരാരും പറയുന്നില്ല. അല്ല അത് സീരിയസ്ലി അതിപ്പം സ്വന്തം സിനിമകളിലല്ലാതെ പോലും ഇപ്പൊ റേഷ്യോ എടുക്കുമ്പം ആക്ടറിനായിട്ടും സിംഗറിനായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ സിംഗർ കുറേ കൂടി കൂടുതൽ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലുമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആക്ടിങ് ഇപ്പം അനാർക്കലിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സിംഗിങ് സൈഡിലോട്ട് എനിക്ക് തോന്നി കുറച്ചുകൂടി പറയുന്നത് എങ്ങനെയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഉയരയാണ്. ഉയരയിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അമേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇറീപ്ലേസിബിൾ ആയിട്ട് തോന്നുന്നു നമുക്ക് ചില പോയിന്റ്സിലൊക്കെ. ഭയങ്കര രസമായിട്ട് ചെയ്ത ക്യാരക്ടറാണ്. അല്ല എനിക്കും ആക്ടിങ് ഞാൻ വിത്ത് എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഓരോ പടങ്ങൾ കഴിയുന്തോറും എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ പാട്ട് എനിക്ക് ചെറുപ്പം വരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടും ഏറ്റവും കൂടുതൽ യൂട്യൂബ് വ്യൂസിൽ അല്ലേ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഹനാനെയും അനാർക്കലിയുടെയും പാട്ടല്ലേ ഏറ്റവും കൂടുതൽ. ബ്രില്യന്റ് ആണ്. റീൽസ് ഒക്കെ ഇങ്ങനെ വരുമ്പോ ഞാൻ വിചാരിക്കും എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടുന്നതെന്ന് ഇങ്ങനെ എപ്പോഴും വിചാരിക്കും. ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട് എനിക്ക് എപ്പോഴും തോന്നി അനാർക്കലിയുടേതായിട്ടുള്ള സ്റ്റൈലുള്ള ഒരു സിംഗറാണ്. അത് ഭയങ്കര നല്ല കാര്യം. നിമ്മിയെ തിരിച്ചറിയാത്തതിന് പകരമായിട്ട് അതല്ല നമ്മുടെ ലിസണർ നിമ്മി അപമാനിച്ച് കഴിക്കുമെങ്കിൽ ഞാൻ പോകട്ടെ. താങ്ക് യു ഫോർ കമ്മിങ്. ആദ്യമേ പറയട്ടെ, മന്ദാകിനി നാട്ടിൽ കിട്ടുന്ന അതേ അഭിപ്രായം ഇവിടെയും കിട്ടുന്നുണ്ട്. എല്ലാ
എല്ലായിടത്തും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്. സൂപ്പർ ഹിറ്റ്, ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആണ്, അതിലും വലുതാവട്ടെ, ഒരുപാട് ഈ കോടിക്കണക്കിനുള്ള ക്ലബുകളിലോട്ട് കയറണം കേട്ടോ. അതെ അതെ അതെ, എന്തായാലും കയറട്ടെ. അപ്പൊ രണ്ടുപേർക്കും ഷിജു and അനാർക്കലി രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു ഹിറ്റ് മൂവി ആയിട്ട് നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ കാണാം. അടുത്ത പാട്ട് അനാർക്കലി എന്ന സിനിമയിൽ നിന്ന് തന്നെയാണ്. സ്റ്റേ ട്യൂൺ.